അപ്പൊ മക്കളെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നിർബന്ധമായും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് മണി മാത്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ വൺ ഷോട്ട് റിവിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തതാണ്. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്റർ വെറും 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ പഠിക്കാം. അതായത് ഇതുവരെ ഈ ചാപ്റ്റർ പഠിക്കാത്ത ഒരാൾക്ക് അടിപൊളിയായിട്ട് 10 മിനിറ്റ് കൊണ്ട് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വേഗം തന്നെ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു ഡ്രസ്സ് 100 രൂപയുടെ ഡ്രസ്സ് നമ്മൾ വാങ്ങുവാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ വാങ്ങാൻ പോകുന്ന ഷോപ്പിൽ 30% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ ഈ മണി മാത്ത് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ, അതായത് പണക്കണക്കുകൾ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ കാര്യമായിട്ടും ഡീൽ ചെയ്യുന്നത് ഈ പെർസെന്റേജ്, പൈസ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ 100 രൂപയുടെ ഒരു ടീഷർട്ട് വാങ്ങാനായിട്ട് ഒരു ഷോപ്പിൽ പോകുന്നു. ആ ഷോപ്പുകാരൻ നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ട് തരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കും, അപ്പൊ എത്ര രൂപയാണ് നിങ്ങൾക്ക് കുറച്ച് കിട്ടിയത്, എത്ര രൂപയാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടിയത്. അതിന് നിങ്ങൾ 30% എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് 30% എന്ന് പറഞ്ഞാൽ? 30%ന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിയാൽ 30 രൂപ കുറവ് കിട്ടും. 30% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ സാധനം 30% എന്ന് പറഞ്ഞാൽ 30/100 എന്നാണ്. ഇതിനർത്ഥം എന്താണ്? നിങ്ങൾ 100 രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ 30 രൂപ കുറച്ച് തരാം. 30% എന്ന് പറഞ്ഞാൽ നിങ്ങൾ 100 രൂപയ്ക്ക് സാധനം വാങ്ങൂ, 30 രൂപ കുറച്ച് തരാം. നിങ്ങൾ ഇനി 200 രൂപയ്ക്കാണ് സാധനം വാങ്ങുന്നതെങ്കിലോ, 200 എന്ന് പറഞ്ഞാൽ 2 100 ഉണ്ടാവും അല്ലെ. 2 100 ആണ്, 2 × 100 ആണ് 200. ഒരു 100ന് 30 രൂപ അല്ലെ. അപ്പൊ 2 100നോ 2 × 30 60 രൂപ അല്ലെ. ഒരു 100 രൂപയ്ക്ക് 30 രൂപ കുറച്ച് തരും. ഒരു 100 രൂപയ്ക്ക് 30 രൂപ. അപ്പൊ 100 100 200 രൂപയായി. അപ്പൊ എത്ര രൂപയായി? 30 30 60 രൂപ. ഇതാണ് എന്തിന്റെ മീനിങ് എന്ന് പറയുന്നത്. 30% എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കി, നിങ്ങൾ 200 രൂപയുടെ ഒരു ടീഷർട്ട് വാങ്ങുവാന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്കറിയാം 30% ആണ് ഡിസ്കൗണ്ട്. 30% ഡിസ്കൗണ്ട്. അതിനർത്ഥം നിങ്ങൾ 100 രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ 30 രൂപ കുറച്ച് തരും. 200 രൂപയ്ക്ക് സാധനം വാങ്ങിയാലോ, 200 എന്ന് പറഞ്ഞാൽ 100 + 100 ആണ് അല്ലേ. 100 രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ 30 രൂപ കുറച്ച് തരും. പിന്നെ 100 രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ 30 രൂപ. അങ്ങനെ മൊത്തത്തിൽ 60 രൂപ കുറച്ച് തരും. ഇതാണ് പെർസെന്റേജ് എന്ന് പറയുന്ന സാധനത്തിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇതാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. രണ്ടാമത്തത് ഇൻട്രസ്റ്റ്, പലിശ. നിങ്ങൾ ബാങ്കിൽ ഒരു പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് പൈസ കടമെടുക്കുമ്പോഴോ നമ്മൾ എന്ത് ചെയ്യും? ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ പൈസ തിരിച്ചു കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇട്ട പൈസ തിരിച്ചു വാങ്ങാൻ പോകുമ്പോഴോ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് എക്സ്ട്രാ എമൗണ്ട് നമുക്ക് കിട്ടുകയോ കൊടുക്കുകയോ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് കൊടുക്കുകയാണ് എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ ഒരു ബാങ്കിൽ പോകുന്നു. ബാങ്കിൽ നിങ്ങൾ 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു, നിക്ഷേപിച്ചു. നിങ്ങളുടെ ഈ എന്താ പറയാ, പോക്കറ്റ് മണി എന്ന് പറയല്ലോ. നിങ്ങൾക്ക് ഈ ക്രിസ്മസിന് അല്ലെങ്കിൽ ഓണത്തിന്, വിഷുവിന്, ഈ ബക്രീദിനൊക്കെ നിങ്ങൾക്ക് കൈനീട്ടം കിട്ടുക. അങ്ങനെ ഒരു എക്സ്ട്രാ എമൗണ്ട് റിലേറ്റീവ്സ് ഒക്കെ തരുമല്ലോ സന്തോഷത്തിന്. അപ്പൊ ഈ എമൗണ്ട് ഒക്കെ കൂട്ടി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു 1000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, നിക്ഷേപിക്കുന്നു. ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് നിങ്ങൾ ബാങ്കിൽ നിന്ന് ആ പൈസ തിരിച്ചെടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് 1000 രൂപയല്ല കിട്ടുക, അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ എമൗണ്ട് കൂടെ കിട്ടും. ആ കിട്ടുന്ന എക്സ്ട്രാ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, പലിശ എന്ന് പറയും. ഇവിടെ നോക്കുക, ഒരു ബാങ്ക് 9% ഇൻട്രസ്റ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 9%ത്തിന്റെ അർത്ഥം? 9% എന്ന് പറഞ്ഞാൽ 9/100 ആണ്. 9/100. അതിനർത്ഥം നിങ്ങൾ 100 രൂപ തരൂ, 9 രൂപ പലിശ തരാം. നിങ്ങൾ ബാങ്കിൽ 100 രൂപ ഇട്ടാൽ 9 രൂപ നിങ്ങൾക്ക് എന്ത് കിട്ടും? പലിശ, ഇൻട്രസ്റ്റ് കിട്ടും. 100 രൂപയാണെങ്കിൽ 9 രൂപ കിട്ടും. ഇനി നിങ്ങൾ 200 രൂപയാണ് ഇടുന്നതെങ്കിലോ, 200 എന്ന് പറഞ്ഞാൽ 2 100കളുണ്ട്. അപ്പൊ 2 × 9 18 രൂപ കിട്ടും. ഇനി നിങ്ങൾ 1000 രൂപയാണ് ഇടുന്നതെങ്കിലോ, 1000ൽ എത്ര 100കളുണ്ടടാ? 10 100കളുണ്ട്. 10 × 9 നിങ്ങൾക്ക് 90 രൂപ എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. 90 രൂപ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും.
അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പലിശ എന്ന് പറയുന്ന ആളെ കണക്കാക്കുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ രണ്ടാമത് നിങ്ങൾ പഠിക്കുന്നത് ഇതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് പ്രോബ്ലംസ്, ശതമാന കണക്കുകൾ. അതായത് ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്, ഇപ്പൊ നമ്മൾ പഠിച്ചത് ഇപ്പൊ 200ന്റെ 30% എന്ന് പറഞ്ഞാൽ 200ൽ എത്ര 100 ഉണ്ട് നോക്കും, 200ൽ 2 100ആണ്, 2 × 30 ചെയ്യും, 60 എന്ന് കിട്ടും. ഇതാണ് നമ്മൾ പൊതുവെ ചെയ്യുന്നത്. നേരെ മറിച്ച് നമുക്ക് ഇങ്ങനെയാണ് ചോദ്യം വരുന്നതെങ്കിലോ, 450 രൂപയുടെ ടീഷർട്ട് നമ്മൾ വാങ്ങി, 30% ഡിസ്കൗണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കും 450ൽ എത്ര 100കളുണ്ട്, 450ൽ 4 100 ഉണ്ട്, പക്ഷെ ഒരു 50 രൂപ എക്സ്ട്രാ വരും, എന്ത് ചെയ്യും? വെയിറ്റ്. ഈ ഒരു ചോദ്യം ചെയ്യാൻ വേറൊരു രീതിയുണ്ട്. ഇവിടെ എന്ത് ചെയ്യണം, 450 രൂപയുടെ 30% കാണാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി, 450 × 30/100, 450 × 30/100 എന്ന് ചെയ്യാം. അപ്പൊ നോക്കുക, ഈ 0 ഈ 0 വെട്ടും, ഈ 0 ഈ 0 വെട്ടും, ബാക്കി എന്താണ്, 45 × 3 135 രൂപ. 135 രൂപ കുറവ് ലഭിക്കും. അപ്പോ എല്ലാ ചോദ്യങ്ങളും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യാൻ പറ്റില്ല. ചില ചോദ്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരണം. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ് 450ന്റെ 30% എന്ന് പറഞ്ഞാൽ 450 × 30/100. അപ്പൊ നിങ്ങൾ ആലോചിക്കും നേരത്തെ കണക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? ഓഫ് കോഴ്സ് ചെയ്യാൻ പറ്റും. 200ന്റെ 30% എന്ന് പറഞ്ഞാൽ നോക്കോ, 200 × 30/100. ഈ 0 വെട്ടി ഈ 0 വെട്ടി, 20 × 3 എത്രയാണ്? 60. ഇങ്ങനെയും ചെയ്യാം. അതായത് എല്ലാ ചോദ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡിൽ ചെയ്ത് കിട്ടും. ഇതാണ് ഇതിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ. ഇനി ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എത്ര ശതമാനം, വാട്ട് പെർസെൻറ്റേജ്. പെർസെൻറ്റേജ് കണക്കാക്കണം. ഇവിടെ നോക്കി, നിങ്ങൾ ഷോപ്പിൽ പോയി 2000 രൂപയ്ക്ക് സാധനം വാങ്ങി 300 രൂപ ഡിസ്കൗണ്ട് കിട്ടി. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ്, ശതമാനം. എത്ര ശതമാനം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടി? എടാ മക്കളെ, നിങ്ങൾ 2000 രൂപയുടെ ഒരു ഉടുപ്പ് വാങ്ങി, ആ ഉടുപ്പിന് 300 രൂപ കുറവ് കിട്ടി. അപ്പൊ എത്ര രൂപ കുറഞ്ഞു എന്നാൽ എത്ര പെർസെൻറ്റേജ് ആണ് കുറവ് എന്ന് ചോദിച്ചാലോ ചോദ്യം വരാം എക്സാമിന്. പെർസെൻറ്റേജ് കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എത്രയാണോ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടിയത് അത് ആദ്യം എഴുതുക. എത്രയാണോ ഡിസ്കൗണ്ട് കിട്ടിയത് അത് ആദ്യം എഴുതുക. ഡിവൈഡഡ് ബൈ എത്രയാണ് ടോട്ടൽ എമൗണ്ട് അത് എഴുതുക, × 100 ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. 2 0 ഇവിടെ പോയി, 1 0 ഇവിടെ പോയി, ബാക്കി എന്താണ്? 30/2. 30ന്റെ പകുതി 15%. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അടിപൊളി ചാപ്റ്റർ ആണ്, എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ഫുൾ ചാപ്റ്റർ അടിപൊളിയായിട്ട് വിത്ത് ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ് ഒക്കെ നമ്മൾ ബാച്ചിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു സുവർണ അവസരമാണ്. ഇപ്പൊ എൻഡ് ഗെയിം എന്ന് പറഞ്ഞ് വജ്ര ബാച്ചിൽ പുതിയ ബാച്ച് ലോഞ്ച് ചെയ്യാണ്. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആനുവൽ എക്സാമിലേക്ക് നിങ്ങളെ ഫസ്റ്റ് മുതലുള്ള ചാപ്റ്റർ പഠിപ്പിച്ച് സെറ്റ് ആക്കാൻ വേണ്ടി പോകുന്ന ഒരു ബാച്ചാണ്. ഇതിൽ നമുക്ക് ഡെയിലി ലൈവ് ഉണ്ടാവും, റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും, PYQ ഡിസ്കഷൻസ് ഉണ്ടാവും, പോൾ അറ്റാക്ക്, ഇന്നാപ്പ് കമ്മ്യൂണിറ്റി, മോഡൽ ക്വസ്റ്റ്യൻസ്, ആൻസർ ഡിസ്കഷൻ. അങ്ങനെ നിങ്ങൾക്ക് ആനുവൽ എക്സാമിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പക്കാ ആയിട്ട് നിങ്ങളെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ബാച്ചാണ്. ഇപ്പൊ ഒരു അവസാന നിമിഷം നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും ഇങ്ങനത്തെ ഒരു ബാച്ച് കിട്ടത്തില്ല. അപ്പൊ ഇതുവരെ ഒരു സാധനം, അതായത് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട. ഇപ്പം ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ വേഗം തന്നെ ജോയിൻ ചെയ്യുക. ആദ്യം മുതലേ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ഒരുമിച്ച് പഠിക്കാം.